ഒന്ന് ഫീൽഡ് ഔട്ടായിട്ട് നിന്നപ്പോൾ കേരളത്തിലുള്ളവരെല്ലാം തന്നെ ശ്രദ്ധിക്കാനും തൻ്റെ പേരെടുത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ രേണുസുതി അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നത്, പുതിയൊരു ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ കേരളത്തിൽ ചോറുണ്ടെന്ന് എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അവരുടെ വലയിൽ എല്ലാ റിയാക്ഷൻകാർ വീണിട്ടുണ്ട്. കാരണം ഇപ്പം ഞാൻ ഉൾപ്പെടെ എല്ലാവരും എടുത്ത അവരുടെ വീഡിയോനെ അവരുടെ ഇൻ്റർവ്യൂവിനെ റോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ രേണുസുതി വിചാരിച്ച കാര്യം നടന്നതെന്ന് തന്നെയാണ്. പക്ഷേ കിച്ചു സ്വന്തം മകൻ അമ്മയെ ഗർഭിണിയാക്കിയോ, നിങ്ങളെ ഗർഭിണിയാക്കിയോ എന്ന് ചോദിച്ചപ്പോൾ മലയാളികൾ ഓരോരുത്തരും ഒരു അയ്യടാന്നായിപ്പോയി ആ ക്വസ്റ്റ്യൻ കേട്ടിട്ട്. പക്ഷെ രേണുസുതി അത് കേട്ടിട്ട് ചിരിച്ചത് മാത്രമേ ഉള്ളൂ. അവിടെയാണ് നിങ്ങളുടെ അമ്മ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു പോരായ്മ വന്നത്. അതിനെയാണ് ഓരോ മലയാളികളും എടുത്തെടുത്ത് പറയുന്നത്. ആ ചെറുക്കനെ, ആ മോനെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന് റീച്ച് കൂട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. എൻ്റെ പൊന്ന് രേണുസുതി, നിങ്ങൾക്ക് അസുഖമായതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെ ഒരമ്മ എന്ന രീതിയിൽ രേണുസുതിക്ക് ഋതപ്പനോട് മാത്രമാണ്, സ്വന്തം ചോരയോട് മാത്രമാണ് സ്നേഹമെന്ന് അവരുടെ ഓരോ വാക്കിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആ കുഞ്ഞ് ചെറുപ്പമാണ്, അവൻ വലുതാകുമ്പോഴും ചിലപ്പോൾ ഇതേപോലുള്ള സബ്സ്ക്രിപ്ഷൻ വീഡിയോ കണ്ട അമ്മയ്ക്കെതിരെ തിരിയാമായിരിക്കും, പറയാൻ പറ്റില്ല. അവനിപ്പം ചുണ്ടും നാക്കും തിരിയാത്ത പ്രായമായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഇപ്പം കിച്ചു അവരുടെ സ്വന്തം മകൻ അല്ലാത്തതുകൊണ്ട് മാത്രമാണ് അവന് കൊടുത്ത ഓരോ കണക്കും ഇപ്പോൾ രേണുസുതി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് തന്നെ നമുക്ക് പറയാം. അവൻ പ്രായപൂർത്തിയായ കുട്ടിയാണ്. അവൻ ഇനി അമ്മേനെ കാണാൻ താല്പര്യമില്ലെങ്കിൽ ഇങ്ങനെ ഇന്റർവ്യൂ കൊടുത്ത് ആളുകളെ കൊണ്ട് അഭിപ്രായം പറയുകയല്ല ചെയ്യേണ്ടത്. ആ മോനോട് സംസാരിച്ചത് മാറ്റുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു കാര്യമില്ല. രേണുസുതിയുടെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും അസുഖമൊക്കെ രേണുസുതിയുടെ പെട്ടെന്നൊക്കെ മാറി അടിപൊളിയായിട്ടൊക്കെ തിരിച്ചു വരൂ.